السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, 2 ദിവസങ്ങളിലായി 4 പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ 2 പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ഇന്ന് ഇൻഷാ അല്ലാഹ് 2 എണ്ണം നടക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഇസ്ലാഹി പ്രസ്ഥാനം എന്ന വിഷയത്തിലാണ് ആദ്യം ഈ ഉള്ളവന് സംസാരിക്കാനുള്ളത്. ശേഷം ബഹുമാന്യ പണ്ഡിതൻ ബാദുഷാ ബാഖവിയുടെ പ്രഭാഷണം ഇശാ നമസ്കാരത്തിന് ശേഷം നടക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, അല്പം മിനിറ്റുകൾ മാത്രമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള തെറ്റുദ്ധാരണകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുവാനും അവയുടെ നിജസ്ഥിതി എന്ത് എന്ന് ബോധ്യപ്പെടുത്തുവാനും ഉള്ളത്. ഈ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ, ഇസ്ലാഹി ഈ സമൂഹത്തിൽ ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞറിയിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും, ഈ നാട്ടിലെ മനുഷ്യർക്കൊക്കെ അറിയാവുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ. ഒന്നുകിൽ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും,
അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് കേട്ട് തെറ്റായ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു നിലക്ക് കേൾക്കാത്തവർ ഉണ്ടാവുക സാധ്യത കുറവാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒട്ടനവധി പരിവർത്തനങ്ങൾ, വിപ്ലവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത്, ഈ രംഗത്തൊക്കെ വലിയ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ ആലുവയിൽ വെച്ച് 1924 രൂപീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പണ്ഡിത സഭ നമുക്ക് ആവശ്യമാണെന്നും, എന്നാൽ ഇങ്ങനൊരു പണ്ഡിത സഭാ സംഘടന ഉണ്ടാക്കാനുള്ള ദലീൽ എന്താണ് എന്ന് ചോദിച്ച ഒരു ബാഖവിയായ പണ്ഡിതൻ ആ സദസ്സിൽ വെച്ച് ചോദിച്ച സംശയമാണ്, സംഘടന നമുക്ക് ആവശ്യമാണ്, നല്ലതാണ്, പക്ഷെ അത് ഉണ്ടാക്കാൻ ഇസ്ലാമിൽ ദലീൽ എന്താണ്? മർഹൂം ഇ കെ മൗലവി വിശുദ്ധ ഖുർആനിലെ വചനം ഓതി കേൾപ്പിച്ചു. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഈ ആയത്ത് ഓതിയിട്ട് സത്യവിശ്വാസികളോട് അല്ലാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളെ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന്, വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ഈ പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്ന് മർഹൂം ഇ കെ മൗലവി ആയത്തോതി കേൾപ്പിച്ചപ്പോൾ ആ മുസ്ലിയാര്, ആ ബാഖവിയായ പണ്ഡിതൻ തിരിച്ചു ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ചോദിച്ചത് ദലീലാണ്, നിങ്ങൾ ഓതിയത് ഖുർആനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിച്ച ദലീലല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് ഓതിയത് ഖുർആനല്ലേ, അപ്പൊ ഖുർആൻ ദലീലല്ല, പ്രമാണല്ല എന്നാണ് വലിയ വലിയ ആലിമീങ്ങളുടെ വരെ ധാരണ അന്ന്. ഇന്ന് ഒരു സുന്നി മുജാഹിദ് വാദപ്രതിവാദം നടക്കുമ്പോൾ, അതിന്റെ വ്യവസ്ഥ നടക്കുമ്പോൾ പല വിഷയത്തിലും വാദപ്രതിവാദം തെറ്റിപ്പിരിയാറുണ്ട്. പക്ഷേ ഏതാണ് പ്രമാണം എന്ന് തീരുമാനിക്കുന്നിടത്ത് ആ തെറ്റിപ്പിരിയൽ ഉണ്ടാവാറില്ല. ഖുർആനും സ്വഹീഹായ ഹദീസും പിന്നെ ഇജ്മാഉ ഖിയാസൊക്കെ വരി വരിയായിട്ട് എഴുതുകയാണ്. ഞാൻ പറയുന്നത്, ഈ രംഗത്ത് വരെ, പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗം, ഇംഗ്ലീഷ് ഭാഷ, മലയാള ഭാഷ തുടങ്ങി മദ്രസ പ്രസ്ഥാനം, യതീഖാൻ, അങ്ങനെ തുടങ്ങി പല പല രംഗത്ത് തലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മായ്ക്കാനാവാത്ത, ആർക്കും മറക്കാനാവാത്ത വിപ്ലവങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രസ്ഥാനത്തെ പലരും പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് മുജാഹിദ് പ്രസ്ഥാനത്ത് എന്താണ് പറയാനുള്ളത്? ഇതാണ് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാറുള്ളത്, മുജാഹിദുകൾ ഇബാദത്തിന്റെ അർത്ഥം ചുരുക്കിക്കളഞ്ഞു എന്നതാണ്. ഒരു പക്ഷെ ഇന്നലെ അല്പം വിശദീകരിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ വിഭാഗത്തിലെ ചില ആളുകളാണ് സാധാരണ അങ്ങനെ പറയാറുള്ളത്. ആ പദമല്ലെങ്കിലും ആശയത്തിൽ ഇബാദത്തിന്റെ അർത്ഥം ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതിൽ മാത്രം അവർ ചുരുക്കി. മുജാഹിദുകൾ അവിടെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്നുകൂടെ പറയണം. എന്നിട്ട് അങ്ങനെ മുജാഹിദുകൾ ഇബാദത്തിന്റെ അർത്ഥം ചുരുക്കിക്കളഞ്ഞു എന്നതാണ് മുജാഹിദുകളെ കുറിച്ച് ചില ആളുകൾ പറയാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളയിടത്ത്
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളിടത്ത്, അവിടെ ഇയ്യാക നഅ്ബുദു എന്നുള്ളിടത്ത് നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്നർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പറ്റൂല. ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാൻ പറ്റൂല, ഗുരുനാഥന്മാരെ ആരാധിക്കാൻ പറ്റൂല, മാതാപിതാക്കൾ ആരാധിക്കാൻ പറ്റൂല. അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണത്. എന്നാൽ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്നാണ്, നിന്നെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ എന്നാണ് അവിടെ അർത്ഥമെങ്കിൽ, അല്ലെങ്കിൽ ആ അർത്ഥവും അവിടെ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ പറ്റുമോ? അനുസരിച്ചാൽ ശിർക്കാകൂലേ? മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുമോ? അനുസരിച്ചാൽ ശിർക്കാകൂലേ? ഭാര്യ ഭർത്താവിനെ അനുസരിക്കാൻ പറ്റുമോ? അനുസരിച്ചാൽ ശിർക്കാകൂലേ? നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർ മുജാഹിദുകൾ ആക്ഷേപിക്കാറുള്ള ഒരു രംഗമാണത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ സട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയും അനുസരിക്കാൻ പാടില്ല. അഥവാ സട്ടാവായ അല്ലാഹുവിനെ ധിക്കാരമാകാത്ത നിലക്ക് സൃഷ്ടികളെ അനുസരിക്കാം. ഇത് ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടാകും. മുജാഹിദികൾക്കെതിരെ ഈ കാര്യം ഉന്നയിക്കാനുണ്ടായ സാഹചര്യം, ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന്, ബ്രിട്ടീഷുകാരുടെ നീരാളിപ്പിടുത്തത്തിൽ രക്ഷപ്പെടുമ്പോ അതിനുള്ള സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോ ജമാഅത്തെ ഇസ്ലാമി അതിനെതിരായിരുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നാട്ടിലുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനോട് ചോദിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു നേതാവിനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ആ നേതാവിന്റെ പേരൊന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പേര് പറയാനുണ്ടാവില്ല. എന്നാൽ മുജാഹിദികൾക്ക് പറയാനുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് അവരെതിരായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരെ പോയാൽ ഇവിടെ വരാനുള്ളത് ഇസ്ലാമിക ഭരണകൂടമല്ലല്ലോ, മറിച്ച് ജനാധിപത്യ വ്യവസ്ഥിതിയാണല്ലോ. ആ ഗവൺമെന്റിനെ അനുസരിക്കേണ്ടി വരുമല്ലോ, അതും ശിർക്കാണല്ലോ. അതുകൊണ്ട് ലാത്ത എന്ന ബ്രിട്ടീഷുകാരെന്ന ലാത്ത പോയി മനാത്ത എന്ന ഈ ജനാധിപത്യ വ്യവസ്ഥ വരികയാണ്. ലാത്ത പോയി മനാത്ത വരിക മാത്രമാണ് സംഭവിക്കുന്നത്. രണ്ടു ശിർക്കല്ലേ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം അതില്ലെങ്കിൽ അതിന്റെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസം തൗഹീദ് പൂർത്തിയല്ല എന്ന് പറയുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. അഥവാ ഇസ്ലാമിക ഭരണകൂടം കിട്ടിയിട്ടില്ലെങ്കിൽ, തൗഹീദ് പൂർത്തിയാവില്ലെങ്കിൽ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദ് പൂർത്തിയായിരുന്നോ? അല്ലയോ? അല്ലെന്ന് പറയേണ്ടി വരൂലേ? ഈ വിശ്വാസപ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗഹീദ് പൂർത്തിയല്ലെന്ന് പറയേണ്ടി വരില്ലേ? അതേപോലെ പല പ്രവാചകന്മാർ, വളരെ കുറഞ്ഞ പ്രവാചകന്മാർക്ക് മാത്രമാണ് ഭരണം കിട്ടിയത്. അപ്പോൾ മുജാഹിദികൾക്കെതിരെ പറയാറുള്ള ഈ ആരോപണം അത് വ്യർത്ഥമാണ്. അഥവാ ഞങ്ങൾ ചുരുക്കിയതല്ല, ഞങ്ങൾ ഉള്ളതാണ് സമൂഹത്തോട് പറഞ്ഞത് എന്നതാണ് ആ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പിന്നെ പ്രിയമുള്ളവരെ, ഞാൻ കാര്യമായ അത് മറ്റൊരു തലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ആ വിഭാഗത്തിലേക്ക് നമ്മുടെ സമസ്തയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാറുള്ള ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനുള്ള തെറ്റിദ്ധാരണ, മുജാഹിദികൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നാണ്. മുജാഹിദികൾ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്ന ആൾക്കാരാണ് എന്ന്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഒരാളും ശിർക്കിലേക്ക് പോകരുത് എന്നാണ്, ഒരാളെയും മുശ്രിക്കാക്കുകയല്ല. എന്നാൽ ശിർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. അത് നിസ്കരിക്കണോ ശിർക്ക് ചെയ്താലും ശിർക്ക് തന്നെയാണ്.
ജീവിതത്തിൽ പലവട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ശിർക്ക് ചെയ്താലും ശിർക്ക് തന്നെയാണ്, അല്ലേ? അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ മുശ്രിക്കാക്കലാണെങ്കിൽ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖും മുശ്രിക്കാക്കി എന്ന് പറയേണ്ടി വരും. എന്തേ കാരണം? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്. മുഹയ്യിദ്ദീൻ ശൈഖ് തന്റെ അൽ ഫതഹുർ റബ്ബാനിയിൽ ചോദിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ പലപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ശൈഖ് ജീലാനി ചോദിക്കുകയാണ്, എടോ നീ എങ്ങനെ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര ഇലാഹുകളുണ്ട്? മുഹയ്യിദ്ദീൻ ശൈഖ് മുശ്രിക്കാക്കിയോ? മുഹയ്യിദ്ദീൻ ശൈഖ് മുശ്രിക്കാക്കിയോ? ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിച്ചവർ, എന്നിട്ട് അവരുടെ വിശ്വാസം ളുൽമുമായി ചേർക്കാത്ത ആളുകൾ, ളുൽമുമായി ഇടകലർത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ഇവിടെ ഈ ളുൽമ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ സംശയത്തിന് മറുപടിയായി പറഞ്ഞ വിശദീകരണമുണ്ട്. അവിടെ ഉദ്ദേശം ശിർക്ക് എന്നാണ്. അപ്പൊ വിശ്വസിച്ചു, വിശ്വാസം ശിർക്കുമായി ചേർത്ത ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാവില്ല, അവർ സന്മാർഗികളാകൂല. വിശ്വാസം ളുൽമുമായി ചേർക്കാത്ത ആളുകൾ, അവർക്ക് നിർഭയത്വം ഉണ്ടാകും, അവർ സന്മാർഗികൾ ആയിരിക്കും. അപ്പൊ വിശ്വസിച്ച ആൾക്കാരെ മുശ്രിക്കാക്കിയതാണോ? അല്ല. സംഭവിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലേക്ക് അങ്ങോട്ട് രൂഢമൂലമായിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കാം, സാധ്യത ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഏതെങ്കിലും സഹോദരന്മാർ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ പറയുന്നു, ഞങ്ങൾ മുശ്രിക്കാക്കുകയല്ല. പക്ഷേ ശിർക്കാര് ചെയ്താലും അത് ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ അമലുകളും ശിർക്ക് ചെയ്താൽ നിഷ്ഫലമാകും, നരകം ശാശ്വതമാകും, സ്വർഗം നിഷിദ്ധമാകും, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ എന്നത് ഈ വിഷയത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന, പ്രചരിപ്പിക്കാറുള്ള മറ്റൊരു തെറ്റിദ്ധാരണ, ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കാത്തവരാണ് എന്നാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പരിസര പ്രദേശങ്ങളിലെ പല സഹോദരങ്ങളുടെയും മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകാനിടയുള്ള സംശയമാണത്, തെറ്റിദ്ധാരണയാണത്. എന്ത്? ഇവരെന്ത് വർത്താനം പറഞ്ഞിട്ടെന്താ? അമ്പിയാവുലിയാക്കന്മാരുടെ വല്ല ബഹുമാനമുണ്ടോ? അമ്പിയാവുലിയാക്കന്മാരുടെ വല്ല സ്നേഹവർക്കുണ്ടോ? ഇല്ല എന്നായിരിക്കും അവർ പറയാ. എന്നാൽ ഞങ്ങൾ പറയുന്നു, അമ്പിയാക്കളെയും ഔലിയാക്കളെയും സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അമ്പിയാക്കളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ബഹുമാനിക്കണം, ഇത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എല്ലാ ഔലിയാക്കന്മാരെയും ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ ബഹുമാനത്തിന്റെ ആദരവിന്റെ പേരിൽ അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അതുകൊണ്ടാണ് ഞങ്ങളെ മുജാഹിദുകളെ പറ്റി പറയുന്നത് ഇവർക്ക് അമ്പിയാ ഔലിയാക്കന്മാരുടെ ബഹുമാനമില്ല. നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനമില്ല എന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യൂല, ഇർതകബത്തു ഞങ്ങൾ ചൊല്ലൂല. ഇർതകബത്തു അലൽ ഖതാ ഗൈറ ഹസനിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഞങ്ങൾ ചൊല്ലൂല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യൂല. അതുകൊണ്ട് ഞങ്ങളെ പറ്റി പറയുന്നു എന്ത്? ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനമില്ല. അതുപോലെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയോടും ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യൂല. കാരണം വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ,
പള്ളികളൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. അതുകൊണ്ട് അവന്റെ കൂടെ മറ്റൊരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ നിങ്ങൾ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവനിൽ ഒരാളെയും ഞാൻ ശിർക്ക് ചെയ്യൂല. ഇതുകൊണ്ട് ഞങ്ങൾ ഒരു നബിയോടും പ്രാർത്ഥിക്കൂല, ഒരു വലിയനോടും പ്രാർത്ഥിക്കൂല. ഇതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു നബിയോട് ഞങ്ങൾക്ക് ബഹുമാനമില്ല എന്നല്ല, ഏതെങ്കിലും ഒരു വലിയനോട് ഞങ്ങൾക്ക് ആദരവില്ല എന്നല്ല. ഞങ്ങൾ മഹാന്മാരെ ആദരിക്കേണ്ട പോലെ ആദരിക്കുന്നു, പക്ഷേ അവരോട് അതിന്റെ പേരിൽ പ്രാർത്ഥിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം നബിയോട് ബഹുമാനമുണ്ടായിരുന്നില്ലേ പ്രിയമുള്ളവരെ? ആദം നബിയോട് ബഹുമാനമുണ്ടായിരുന്നില്ലേ? നൂഹ് നബിയോട് അലൈഹിമുസ്സലാം, മറ്റു പ്രവാചകന്മാരോട് അലൈഹിമുസ്സലാം അജ്മഈൻ, അവരോടൊക്കെ ബഹുമാനമുണ്ടായിരുന്നില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? പക്ഷേ ആ ബഹുമാനത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ തേടിയിട്ടില്ല, ഒരിക്കൽ പോലും നൂഹ് നബിയെ കാക്കണേ എന്ന അർത്ഥത്തിൽ തേടിയിട്ടില്ല, ഒരിക്കൽ പോലും ആദം നബിയെ കാക്കണേ എന്ന അർത്ഥത്തിൽ തേടിയിട്ടില്ല. കാരണം ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാൻ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവനിൽ ഒരാളെ ഞാൻ ശിർക്ക് ചെയ്യൂല എന്ന്. ഇത് ഞങ്ങളും പറഞ്ഞു, ഞങ്ങളും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആദരിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കൽ, ഔലിയാക്കൽ ബഹുമാനിക്കുന്നു ഞങ്ങളവരെ. പക്ഷേ ഞങ്ങൾ അവരോട് ഇസ്തിഗാഥ ചെയ്യൂല. അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്, അല്ലാഹ് പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. രണ്ടാമത്തൊരു വശമുണ്ട്. എന്താണ്? നമ്മുടെ നാടുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരുണ്ട്. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരുണ്ട്. ആ ഔലിയാക്കന്മാരെ ഞങ്ങൾ എതിർത്താൽ പറയും, കണ്ടോ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നില്ല അല്ലേ? നിസ്കരിക്കാത്ത ആളെങ്ങനെ വലിയാകും? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാ? അവർക്കൊന്നും പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. യഥാർത്ഥ ഈമാനുള്ളവരാണ്, തഖ്വയോടെ ജീവിക്കുന്നവരാണ്. ഒരു യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ നല്ല ഈമാനു തഖ്വയുള്ള മനുഷ്യനാവും. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. CM-നെ പറ്റി, CM വലിയുള്ള CM മടവൂർ എന്ന് പറയപ്പെടുന്ന ആളില്ലേ, അദ്ദേഹത്തെ കുറിച്ചൊരു ഉസ്താദ് പറഞ്ഞത്, മൂപ്പര് നിസ്കരിക്കണ ചിലപ്പോ നമ്മൾ കാണൂല, റമളാനില് ഭക്ഷണം കഴിക്കണ ഞാൻ കണ്ടിക്കണ്. നല്ല ഔലപ്പാപ്പല്ലേ, റമളാനില് ഭക്ഷണം കഴിക്കണം. പിന്നെ മൂപ്പര് ചരിത്രം പറയുന്നുണ്ട്. എന്ത്? മൂപ്പര് ഒരു മക്കാനി കയറി ചായ കുടിക്കുക റമളാനില്, അടുത്തുള്ള ആക്കും ചായ കൊടുക്കുകയാണ്. ഇപ്പൊ അവർക്കിടയിൽ നടക്കുന്ന, നമ്മുടെ മുസ്ലിയാക്കന്മാർക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ച, അങ്ങനെ വലിയ കൊടുത്താൽ അത് കുടിച്ചാൽ അയാളെ നോമ്പുരുവല്ലേന്നാണ് ഇപ്പൊ നടക്കുന്ന ചർച്ചയാണ്. ആ ആളെ ഈ മൊയ്യാർ ഇയാള് കൊടുത്തു, CM കൊടുത്തു, എന്നിട്ട് അത് കിട്ടിയ ആളുണ്ടല്ലോ, അയാള് കുടിച്ചു, അയാളെ നോമ്പ് മുറിവില്ലേന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടേക്കാണ് ഈ ഖൗമിന്റെ പോക്ക്? അല്ലാഹുവിൽ യഥാർത്ഥ ഈമാനോടെ തഖ്വയോടെ ജീവിക്കുക, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാവാനാ ശ്രമിക്കേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അവന്റെ ഔലിയാക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലർ ആമീൻ പറയില്ല, അഥവാ ഔലി ആയാൽ നമുക്ക് പിരാന്താവൂലെന്നാണ്. കാരണം നമ്മളെ ഖൗമ് ധരിച്ചത് അതാണ് ഔലിയ എന്നാണ്. കാരണം ഇവര് പരിചയപ്പെട്ടത് എന്താണ് ഔലിയ. ഇവിടെ വേങ്ങരയുടെ അടുത്ത് വെച്ച് പറയുമ്പോ അല്ലേ, കോയപ്പാപ്പാന്റെ അടുത്ത് വന്നിട്ട് നല്ല മഴയില്ലാത്ത ദേമാത്ത സമയത്ത് മഴയില്ല എന്ന് വേങ്ങരക്കാർ വന്ന് പറഞ്ഞപ്പോ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. അതാ വരുന്നു തകർപ്പൻ മഴ. മഴയില്ലാന്ന് ഇയാളടുത്ത് വന്ന് പറയുമ്പോ ചെയ്യേണ്ടെന്താണ്? അള്ളാഹു ദ്വാരക്കാണ് വേണ്ടത്. ഇയാൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. നിങ്ങൾ നോക്കണം, ഒരു മനുഷ്യന് സുഖമില്ലാത്ത അവസ്ഥ അയാളെ വഴിക്ക് പിടി നമ്മളയാളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഔലിയാക്കളെ ഞങ്ങൾ എതിർക്കുന്നില്ല. യഥാർത്ഥ ഔലിയാക്കന്മാർ, ഈ ആദ്യ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, അത് ഞങ്ങൾ പുറത്തുകിടും ചെയ്യും. ഇതിന്റെ അർത്ഥം ഞങ്ങൾ ഔലിയാക്കന്മാർക്ക് എതിരാണെന്നല്ല. അസ്ഹാബുൽ കഹ്ഫ് ഔലിയാക്കൾ ആക്ഷേപിച്ചിട്ടില്ല ഞങ്ങൾ അവരെ. വലിയത്തുല്ലാഹി മറിയം ആക്ഷേപിച്ചിട്ടില്ല ഞങ്ങൾ അവരെ. അതുപോലെ യഥാർത്ഥത്തിലുള്ള ഔലിയാക്കന്മാർ റസൂലുള്ളാഹി സ്വഹാബത്ത് അല്ലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 10 സ്വഹാബിമാരുടെ പേര് വെച്ചുകൊണ്ട് പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന എന്നിങ്ങനെ പറഞ്ഞ് 10 പേരുടെ അൽ അശ്റത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, 10 സ്വഹാബിമാരുടെ പേര് എണ്ണി പറഞ്ഞു സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. ഒക്കെ ഔലിയാക്കന്മാരാണ്. ആക്ഷേപിച്ചോ ഞങ്ങളവരെ? കുറ്റപ്പെടുത്തിയോ ഞങ്ങളവരെ? ഇല്ല പ്രിയമുള്ളവരെ, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു തലം, മറ്റൊരു ഞങ്ങളെപ്പറ്റി പറയാറുള്ള ഒരു തെറ്റിദ്ധാരണ, പ്രചരിപ്പിക്കാനുള്ള തെറ്റിദ്ധാരണ, ഞങ്ങൾ അമ്പിയാക്കടെ മുഅ്ജിസത്തിനെയും ഔലിയാക്കടെ കറാമത്തിനെയും എതിർക്കുന്നു എന്നതാണ്. ഇല്ല, അള്ളാഹുവിന്റെ അമ്പിയാക്കടെ മുഅ്ജിസത്തിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഉള്ള കറാമത്തിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 2 വിഷയം ഇവിടെയുമുണ്ട്. ഒന്ന്, ആ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും പേരിൽ അവരോട് ഇസ്തിഗാഥ ചെയ്യാൻ പറ്റൂല. കാരണം അത് പ്രാർത്ഥനയാണ്, അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിക്ക് എത്രയോ മുഅ്ജിസത്ത് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ആ മുഅ്ജിസത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാഥ ചെയ്തിട്ടില്ല. നൂഹ് നബിക്ക് എത്രയോ മുഅ്ജിസത്ത് ഉണ്ടായിരുന്നു അലൈഹിസ്സലാം. പക്ഷേ ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും യാ നൂഹ് എന്ന് പറഞ്ഞ് സഹായം തേടിയിട്ടില്ല. അതുപോലെ മറിയം ബീവി മഹദിയായിരുന്നു, വലിയത്തായിരുന്നു, കുറെ കറാമത്തുണ്ടായിരുന്നു. ആ മഹദിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ യാ വലിയത്തല്ലാഹി മറിയം എന്ന് പറഞ്ഞ് സഹായം തേടിയിട്ടില്ല. അസ്ഹാബുൽ കഹ്ഫ് വളരെ വലിയ മഹാന്മാരാണ്, ഔലിയാക്കളാണ്, കുറെ കറാമത്തുണ്ടായി. ആ മഹാന്മാരോട് യാ അസ്ഹാബൽ കഹ്ഫ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം ചോദിച്ചിട്ടില്ല, സ്വഹാബത്തെ സഹായം ചോദിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഈ മുഅ്ജിസത്തും കറാമത്തിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ നിഷേധിച്ചു എന്നാണോ? അല്ല. ഇനി രണ്ടാമത്തെ വശമുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് കറാമത്തുകൾ അല്ലേ? ചില ആള് നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക, ചില കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, എന്നിട്ട് ഔലിയാണെന്നും പറഞ്ഞിട്ട് അതിന് കുറെ കറാമത്ത് കഥകൾ പറഞ്ഞുണ്ടാക്കുക. അപ്പോ യഥാർത്ഥ മുഅ്ജിസത്താണ്, യഥാർത്ഥ കറാമത്താണെങ്കിൽ തന്നെ അതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കുക എന്നത് പറ്റില്ല. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ് പ്രാർത്ഥന. 2, ഡ്യൂപ്ലിക്കേറ്റ് കറാമത്തുകൾ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, അതിലും വീഴരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനിയിപ്പോ അതിലേറെ രസകരമായ മറ്റൊരു സംഭവമുണ്ട്. ഇപ്പൊ ഈ കറാമത്ത് മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അടുത്തുണ്ടായ മുടി വിവാദം ഞാൻ കടക്കുകയല്ല, അതുമായി ഉണ്ടായൊരു പ്രശ്നത്തിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഏതൊക്കെയാണ് ഇപ്പൊ ബാക്കിയാവാത്തത് ചർച്ച നടക്കുകയാണ്. ഇത്രയും കാലം റസൂലുള്ളാഹി ഓരോ മുഅ്ജിസത്ത് പറഞ്ഞിട്ട് കണ്ടോ, സ്വഹാബത്തിന്റെ മുറിവ് മാറിയത്, സലമത്ത് റളിയല്ലാഹു മുറിവ് മാറിയത് കണ്ടോ, മുഅ്ജിസത്തല്ലേ? കുറഞ്ഞ വെള്ളമുള്ളത് കൂടുതൽ വെള്ളമായില്ലേ? കുറഞ്ഞ ഭക്ഷണം കൂടുതൽ ഭക്ഷണമായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തല്ലേ? ഈ മുഅ്ജിസത്ത് കൊണ്ടാ മുജാഹിദെ ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വായി തോരാതെ ഇത്രയും കാലം പ്രസംഗിച്ച മുസ്ലിയാക്കന്മാർ ഇപ്പൊ പറയാൻ തുടങ്ങി. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്ന മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമാണ്. അലവി സഖാഫിയൊക്കെ കിതാബ് ഉദ്ധരിച്ചിട്ട്, ഇത്ഖാൻ എന്ന സുയൂത്തിയുടെ കിതാബ് ഉദ്ധരിച്ച് പറയാണ്, ലാ മുഅ്ജിസത ലഹു ബാഖിയ സിവൽ ഖുർആൻ. ഖുർആൻ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്ന മുഅ്ജിസത്ത് ഇല്ല. ഇങ്ങോട്ട് ആലോചിച്ച് നോക്കി. ഇത് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറയുമാറ് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടാൻ എത്ര അധ്വാനിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ പറഞ്ഞത്, മുജാഹിദുകൾ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളെയോ ഔലിയാക്കന്മാരെ സ്ഥിരപ്പെട്ട കറാമത്തിനെയോ നിഷേധിക്കുന്നില്ല, എതിർക്കുന്നില്ല എന്ന വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതേപോലെ മുജാഹിദുകളെ കുറിച്ച് പറയാറുള്ള മറ്റൊരു കാര്യം, പ്രചരിപ്പിക്കാറുള്ള ഒരു തെറ്റിദ്ധാരണ, ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ് മുജാഹിദുകൾ എന്നാണ്. ഞങ്ങൾ പറയുന്നത്
അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സിയാറത്ത് ഏതാണോ അത് ഉണ്ടെന്നും അത് അംഗീകരിക്കുന്നവരും ചെയ്യുന്നവരുമാണ് മുജാഹിദുകൾ എന്നാണ്. അല്ലാതെ സിയാറത്തിനെ എതിർക്കുകയല്ല. അതേതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഇന്ന് കുറ്റപ്പെടുത്താൻ പറയല്ല. മമ്പുറത്തോ അതുപോലെ CM മക്കാമിലോ അല്ലെങ്കിൽ കോഴിക്കോട് ഇടിയങ്ങരയിലോ പുത്തമ്പള്ളിയിലോ അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ നടക്കുന്ന സിയാറത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഈ ലക്ഷ്യം എന്താ? ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ട്, രോഗമുണ്ട്, കടം കുടുങ്ങിയിട്ടുണ്ട്, മക്കൾ ഗൾഫിൽ പോയി ജോലി ശരിയാവാതിരിക്കുകയാണ്, മകളുടെ കല്യാണം ശരിയാവാതിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതുപോലെയുള്ള ചില മഖാമുകൾ ചെന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളോട് സഹായം ചോദിക്കാൻ, ഇസ്തിഗാസ ചെയ്യാൻ, അവരോട് പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്? സുന്നികൾ മഹാന്മാരുടെ മഖ്ബറുകൾ സന്ദർശിക്കുമ്പോൾ അവരോട് നേരിട്ട് ഇസ്തിഗാസ അഥവാ പ്രാർത്ഥന നടത്താറുണ്ട് എന്ന് ഒരു മുസ്ലിയാർ എഴുതുന്നു. അതിനല്ലേ പോകുന്നത്? ഞങ്ങൾ പറയുന്നത് ആ സിയാറത്ത് സുന്നത്ത് ജമാഅത്തിൽ ഇല്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സിയാറത്തുണ്ട്. ആ സിയാറത്ത് ഞങ്ങൾ എതിർത്തിട്ടില്ല. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസുറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, ആഖിറത്തിനെ കുറിച്ച് ചിന്തയുണ്ടാക്കും, മരിച്ചു പോകണമല്ലോ എന്ന ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കും. ചെയ്തോളൂ ആ സിയാറത്ത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഞങ്ങൾ എതിർത്തിട്ടില്ല ആ സിയാറത്തിനെ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ സിയാറത്തിന്റെ പേരിൽ നടക്കുന്നത് ആ ഖബറാളിയുള്ള പ്രാർത്ഥനയാണ്, അവരുള്ള ഇസ്തിഗാസയാണ്. അതിനെയാണ് ആ വിഷയത്തിൽ ഞങ്ങൾ എതിർക്കുന്നത്. പിന്നെ പറയാറുള്ളത് ഞങ്ങൾ മുജാഹിദുകൾ സുന്നത്തി ജമാഅത്തിന് പുറത്താണ് എന്നാണ്. സുന്നത്തി ജമാഅത്തിന് പുറത്താണ് മുജാഹിദുകൾ എന്നാണ്. ഈ ധാരണ വെച്ച് നിൽക്കുന്ന, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഉണ്ടാകാം. എന്നാൽ പ്രിയമുള്ളവരെ, എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് അറിഞ്ഞെങ്കിലല്ലേ ആരൊക്കെ ഇതിന്റെ അഹ്ലുകാരെന്ന് അറിയുകയുള്ളൂ. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി അദ്ദേഹത്തിന്റെ ഗുന്യയിൽ വിശദീകരിക്കുന്നുണ്ട്. അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി പഠിപ്പിച്ചത്. വൽ ജമാഅ, സുന്നത്തി ജമാഅത്തിൽ അൽ ജമാഅ എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഐക്യകണ്ഠേന തർക്കമില്ലാതെ സ്വീകരിച്ച സമീപനം. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു ഖുലഫാഉർ റാഷിദീങ്ങൾ അവർ സ്വീകരിച്ച ആ സമീപനം, തർക്കമില്ലാതെ ഏകകണ്ഠമായി സ്വീകരിച്ച സമീപനം, അതാണ് അൽ ജമാഅ. അതിന്റെ ആൾക്കാർ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാർഗം, അതുപോലെ സ്വഹാബത്തിന്റെ മാർഗം അത് സ്വീകരിച്ച ആൾക്കാർ എന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ. പക്ഷെ നമ്മുടെ നാട്ടില് പല ആൾക്കാർ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്, മുജാഹിദുകൾ സുന്നത്ത് ജമാഅത്ത് പുറത്താണെന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? അവർ ബഹുമാനിക്കുന്ന ആ മഹല്ലത്തുൽ മറ്റൊരു ഉസ്താദ് ഉണ്ടാവും. ആ ഉസ്താദ് എന്ത് പറഞ്ഞോ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്നാണ് ഓല ധാരണ. കുറ്റപ്പെടുത്തല്ല, അതാണ് ഓല ധാരണ. അതൊരു ഉസ്താദുമാരെ ജമാഅത്താണ്, അല്ലെങ്കിൽ ചില മുസ്ലിയാക്കന്മാരുടെ ജമാഅത്താണ്, സുന്നത്തി ജമാഅത്തല്ല. അതുകൊണ്ടാണ് ആ ഉസ്താദുമാര് പറയുന്ന പല കാര്യങ്ങൾക്കും ഞങ്ങൾ എതിരാണ്. അപ്പൊ കണ്ടോ, സുന്നത്ത് ജമാഅത്ത് മുജാഹിദുകൾ എതിരാണ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്ത് എന്തെന്ന് മനസ്സിലാക്കിയെങ്കിലാണ് അതിന്റെ അഹ്ലുകാർ ആരെന്നറിയുന്നത്. സുന്നത്ത് റസൂലുള്ളാഹി മാർഗമാണ്, അൽ ജമാഅ സ്വഹാബത്തിന്റെ മാർഗമാണ്, അതിന്റെ ആളുകൾ എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാറുള്ളത് മുജാഹിദുകൾ പുത്തൻവാദികളാണ്, നവീന ആശയക്കാര്. ഞാൻ പെട്ടെന്ന് ഓരോന്ന് പറഞ്ഞു പോവാ, അതിന് സമയമുള്ളൂ. എന്താണ്? മുജാഹിദുകൾ പുത്തൻവാദികളാണ്, പുതിയ കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ നിലപാട് ബിദ്അത്ത് ഇസ്ലാം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. ഇസ്ലാമിൽ പുതിയത് ഉണ്ടാക്കൽ അത് ബിദ്അത്താണ്, അത് കനത്ത ശിക്ഷയ്ക്ക് കാരണമാകുന്ന പ്രവൃത്തിയാണ്, തെറ്റാണ് എന്നാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത് പറയുന്നോല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസ് പറയുന്നോല ഞങ്ങള്.
മാത്രമല്ല ബിദ്അത്ത് ചെയ്ത മനുഷ്യന് നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ കഴിയില്ല. അതിനടുക്കൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കും ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാരെ. സുഹഖൻ സുഹഖാ ലിമൻ ഖയ്യറ ബഅദി, എനിക്കു ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾ അകലെ പോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ബിദ്അത്തിനെ എതിർക്കണോലാണ്. ഇനി ഞങ്ങളെ ബിദ്അഇകളാണെന്ന് പുതിയത് ഉണ്ടാക്കണോലാന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങള് പെണ്ണുങ്ങൾക്ക് പള്ളി പോവാന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാണ്, സമയമില്ലാത്തതുകൊണ്ട്. പെണ്ണേക്ക് പള്ളി പോവാം എന്ന് പറഞ്ഞു, അത് അനുവദനീയാണ്, തടയണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, പുതിയത് ഉണ്ടാക്കിയില്ലേന്നാണ്. അല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, അത് നേരത്തെ ഉള്ളതാ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളെ, പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയരുതേ. ആര് പറഞ്ഞ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുള്ളത്? ബുഖാരി മുസ്ലിമിലൊക്കെ ഉണ്ടത്. പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. പിന്നെ നമ്മൾ തടയും. നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോട്ടെ എന്ന് അനുമതി ചോദിച്ച ഭർത്താക്കന്മാരെ നിങ്ങൾ തടയരുത്. പിന്നെ നമ്മൾ തടയും. നിങ്ങൾക്കറിയോ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ആത്തിക്കാർ എന്ന് പറഞ്ഞ പള്ളിയിൽ പോകും. പക്ഷേ പൊതുവെ പെണ്ണുങ്ങള് പുറത്തിറങ്ങാന്നുള്ളത് ഉമർ ഖത്താബിന് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പൊതുവെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്ന അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോക്ക് അദ്ദേഹത്തിന് അത്ര വ്യക്തിപരമായി താല്പര്യമില്ല. മതവിലക്കല്ല, വ്യക്തിപരമായി താല്പര്യമില്ല. അപ്പോ ഒരാൾ ചോദിച്ചു ആത്തിക്കാർലനയോട്, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമർ യക്റഹു ദാലിക വയഗാർ, നിങ്ങൾ എന്തിനാ പോണത്? നിങ്ങളുടെ ഭർത്താവ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഷ്ടമില്ല നിങ്ങളെ ഈ പോക്ക്, നിങ്ങൾക്ക് അറിയാലോ, പിന്നെ നിങ്ങൾ എന്തിനാ പോണെന്ന് ചോദിച്ചു. ആ മഹദിയുടെ തിരിച്ചുള്ള ചോദ്യം, ഫമാ യംനഉഹു അയൻഹാനി, പിന്നെ അദ്ദേഹത്തിന് എന്നെ തടയാനുള്ള തടസ്സം എന്താ? തടഞ്ഞൂടെ? അദ്ദേഹത്തിന് ഭാര്യയല്ല, ഞാൻ തടയാൻ അധികാരമില്ല അദ്ദേഹത്തിന്. അപ്പൊ ഈ ചോദിച്ച ആള് പറഞ്ഞു, യംനഉഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ദാസികളെ, പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന റസൂലുള്ളാഹിയുടെ വാക്കാണ് ഉമർ റളിയല്ലാഹു തടസ്സം. ആ ഹദീസ് ഒന്നുമില്ലേ? നമുക്ക് തടസ്സല്ലേ പെണ്ണിനെ തടയാൻ? ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പെണ്ണ് പള്ളി വന്നോട്ടെ, ജമാഅത്തിൽ പങ്കെടുത്താൽ അവൾക്ക് ആ കൂലി കിട്ടും. ജുമാഅക്ക് വന്നാൽ അവൾ വേറെ ളുഹർ നിസ്കരിക്കണ്ട. ഇതാ ഞങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതിലെന്താ പുതിയതുണ്ടാക്കിയത്? പഴയതല്ലേ. അപ്പൊ ഞങ്ങൾ പുതിയതുണ്ടാക്കുന്നവരല്ല. പിന്നെ പറയൽ എന്താ വെച്ചാല്, മുജാഹിദുകൾ മതം വെട്ടിമുറിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. മുജാഹിദുകൾ മതം കുറച്ചാക്കിയിട്ട് ഉള്ളേന്ന് കുറേണ്ട് ഒഴിവാക്കി മുജാഹിദുകൾ, ചുരുക്കി മുജാഹിദുകൾ ഇസ്ലാമിനെ എന്നാണ്. ഈ ചുരുക്കി എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അവർ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. അത് നമ്മൾ ഉണ്ടാക്കില്ല, സ്വീകരിക്കില്ല. അപ്പോൾ നമ്മൾ ചുരുക്കിയെന്ന് അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് സാധാരണ പറയാറുള്ളത്, ഇപ്പൊ നിസ്കരിക്കുമ്പോ എന്താണ്? കണ്ടോ, മുജാഹിദിന് ബിസ്മില്ലല്ലോ, ഇല്ല എന്നാ പറയാ. മുജാഹിദിന് നിസ്കരിക്കുമ്പോ ബിസ്മി ഇല്ലല്ലോ എന്ന് പറയും. എന്തുകൊണ്ട്? ബിസ്മി ഉറക്കല്ല എന്ന് പറഞ്ഞാൽ ശരിയായി. എന്തുകൊണ്ട് ഉറക്കല്ല? ഉറക്കല്ലാത്തൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റും. ഉച്ചത്തിൽ ചൊല്ലുന്നില്ല എന്ന് കരുതി ഒന്നുമില്ല അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇശാസ്കരിക്കുമ്പോ 3ഉം 4ഉം റക്അത്തുകൾ സൂറത്തുൽ ഫാത്തിഹ തന്നെ സുന്നിക്കും മുജാഹിദിനും ഇല്ലേ? നമ്മൾ ഉസ്താദ് ഓതുണ്ടോ? ഇല്ലല്ലോ. ഓതുണ്ട്, മെല്ലുണ്ട്, കേക്കുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം ഇല്ല എന്നാണോ പറയാ? ഓതുണ്ട്. അപ്പൊ ഉറക്കല്ലാത്തോണ്ട് കണ്ടോ, സുന്നിപ്പള്ളിയിലെ ഇമാമിനും ഇശാ നമസ്കാരത്തിലെ 3ാമത്തെയും 4ാമത്തെയും റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഇല്ല, അത് കട്ടു, അത് വിട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇതേപോലെയാണ് ബിസ്മിനെ പറ്റി ഞങ്ങളെ പറ്റി പറഞ്ഞത്. ഞങ്ങൾ ബിസ്മി മെല്ലെ ചൊല്ലുന്നു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്രിൻ വഉമർ വഉസ്മാന ഫലം അസ്മഅ അഹദൻ മിൻഹും യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, സിദ്ദീഖിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു.
അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മാർഗം, സ്വഹാബത്തിന്റെ മാർഗം. അതുകൊണ്ടാണ് പിന്നെ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ഒഴിവാക്കിയില്ലേ? ഞങ്ങൾ ഒഴിവാക്കിയതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നടത്തിയിട്ടില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ നടത്താത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ ലം യഖഉദ് ഇല്ലാ മിഖ്ദാറ മാ യഖൂലു അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാരക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലുന്ന ഈ ഒരു ചുരുങ്ങിയ ദിക്ർ ചൊല്ലുന്ന സമയം മാത്രമേ അവിടെ ഇരിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ എഴുന്നേൽക്കും റസൂലുള്ളാഹി സല്ലം. ഞങ്ങൾ ആ മാർഗം പിൻപറ്റിയാൽ ഞങ്ങൾ ചുരുക്കിയതല്ല, ഞങ്ങൾ കുറച്ചതല്ല. അതേപോലെ തന്നെ വേറെയും കുറെ കാര്യങ്ങൾ. തറാവീഹിന്റെ എണ്ണം ഞങ്ങൾ 23 11 ചുരുക്കിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത്രേ 11 നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. സ്വഹാബത്തിന്റെ മാർഗ്ഗത്രേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ തമീം ദാരി റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിസ്കരിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്, അമറ ഉമറു ഉബയ്യ് ഇബ്നു കഅബിൻ വ തമീമൻ അദ്ദാരിയ അൻ യഖൂമാ ലിന്നാസി ബി 11 റക്അ. 11 നിസ്കരിക്കാനാ കൽപ്പിച്ചത്. റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ ആ മാർഗം അതാ ഞങ്ങൾ സ്വീകരിച്ചത്. ഈ കാര്യം ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ഞങ്ങൾ മതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കല്ല. ഞങ്ങളെ പറ്റി പറയാറുള്ള മറ്റൊരു പ്രശ്നം അതാണ്, ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, അതേപോലെ ഫിത്ന ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ്. ഇല്ല പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയല്ല, ഈ ഹക്ക് പറഞ്ഞുതരാണ്. മഹത്തായ വിശുദ്ധ ഖുർആന്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ആ ചര്യയുടെ ആശയം അത് ജനങ്ങൾക്ക് കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ ഖുർആനും സുന്നത്തും അത് ജനങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, മറ്റൊരു ഇലാഹില്ല. ആ ഒരു വസ്തുതയിലേക്കാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചത് അതാണ് ദീനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത്. ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാർക്ക് പരലോകത്ത് ശിക്ഷയുണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തോട് ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ബഹുമാന്യ പണ്ഡിതൻ ബാദുഷാ ബാഖവിയുടെ പ്രഭാഷണമുണ്ട്. എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് നേരത്തെ എത്തണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.